ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. രാവിലെ അങ്ങനെ ശിവാനി മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ചുമയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൈയോടം കൊണ്ട് കാണിക്കാൻ പറഞ്ഞ് അങ്ങനെ പ്രതിവട്ടനും ശിവാനി മോളുടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ രാവിലത്തെ കാപ്പിയെല്ലാം കഴിഞ്ഞ് കൺമണിയെ അംഗൻവാടി പോകാനായിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് അവൾക്ക് ശിവാനിയുടെ ലഞ്ച് ബോക്സ് തയ്യാറാക്കിയതിന് ശേഷം കൺമണി മോളെ ഒരുക്കി സെറ്റാക്കണം. അപ്പോൾ നമ്മളിന്ന് ശിവാനിക്ക് ഉച്ചത്തേക്ക് കൊടുത്തു വിടുന്നത് ചോറ്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തി ഒന്നും ഇഷ്ടമല്ല. വല്ലപ്പോഴും എങ്ങാനും കഴിക്കും, അല്ലാതെ ഡെയിലി ഇങ്ങനെ ചമ്മന്തി കൊടുത്തുവിട്ട് അവൾ കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അമ്മാമ്മ വന്നപ്പോൾ ഇവിടെ ചമ്മന്തിപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് ചമ്മന്തിപ്പൊടിയും അവിയലും മാങ്ങാച്ചാറും മീൻ വറുത്തതും കൂടാണ് ഇന്നത്തെ ഉച്ചക്കത്തേക്ക് കൊടുത്തു വിടുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്നാക്സും കൊടുത്തു വിടണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പാൽ ബൻ ഇരിപ്പുണ്ട്. അതാണ് നമുക്കിന്ന് സ്നാക്സിനായിട്ട് കൊടുത്തു വിടുന്നത്. ഇത് നമുക്ക് സ്നാക്സ് കൊടുത്തു വിടണം. സ്നാക്സ് നമ്മളത് ബന്നാണ് കൊടുത്തു വിടുന്നത്. വേണോ? കഴിച്ചു. ഇതൊക്കെ അടുപ്പിരുന്ന് കഴിക്കുക കേട്ടോ. ഇത് ശിവാനിമ്മോടെ വാട്ടർ ബോട്ടിൽ. കൺമണിയുടെ ഉണ്ട്. കൺമണിമോടെ വാട്ടർ ബോട്ടിൽ. മണ്ടയ്ക്ക് ഇവിടെ കയറിയെന്ന് കഴിക്ക്, സ്റ്റെപ്പിൽ കയറിയെന്ന് കഴിക്ക്. അവിടെ ഇത് കൺമണിമോടെ വാട്ടർ ബോട്ടിൽ. കൺമണിക്ക് സ്നാക്സ് ഒന്നും കൊടുത്തു വേണ്ട, എല്ലാം അംഗൻവാടി തന്നെ ഉണ്ട്. അതുകൊണ്ട് വെള്ളം മാത്രം കൊടുത്തു വിട്ടാൽ മതി. ശിവാനിമ്മക്ക് ന്യൂസ് പേപ്പർ കൊടുത്തു വിടണം ചോറ് വെച്ച് കഴിക്കാൻ. അപ്പം ന്യൂസ് പേപ്പറിനെക്കാട്ടും ടവലാന്ന് വിചാരിച്ചത്. നമുക്ക് കഴുകി നമുക്ക് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് ടവലിനകത്തൊക്കെ പൊതിഞ്ഞാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. ലഞ്ച് ബാഗ് റെഡി ആയിട്ടുണ്ട്. ശിവാനിമോൾ രാവിലെ ഒന്നും കഴിക്കാനാണ് ഹോസ്പിറ്റലിൽ പോയേക്കുന്നത്. വന്നിട്ട് വേണം കഴിക്കാനൊക്കെ കൊടുക്കാൻ. അപ്പോഴേക്കും കൺമണി ഒരു ബന്നിരുന്നതിൻ്റെ പകുതി എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രാവിലത്തെ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുക്കളയെല്ലാം അലങ്കോലമായിട്ട് കിടക്കുവാണ്. ഇനി അവർ സ്കൂളിൽ പോയിട്ട് വേണം ഇതെല്ലാം വൃത്തിയാക്കാൻ. അപ്പോഴേക്ക് ശിവാനി വന്നിട്ട് പോയപ്പം പറഞ്ഞിട്ടാണ് പോയത്, എൻ്റെ ടൈം ടേബിളെല്ലാം എടുത്ത് വെച്ചേക്കണേ അമ്മയെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇനി നമുക്ക് അടുത്തിന് ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കണം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കിട്ടു. ഒരു കളർ മീനുണ്ട്. അപ്പോൾ അതിന് ശിവാനി ഇട്ട പേരാണ് കിട്ടു എന്ന്. ഇതാണ് നമ്മുടെ കളർ മീൻ. അപ്പോഴേക്ക് ഞാൻ വിചാരിച്ച് ശിവാനിയുടെ ബാഗെല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് നമുക്ക് എന്തായാലും അത് എടുത്ത് വെക്കാം. ടെക്സ്റ്റ് അല്ല ഇതിൻ്റെ അടിക്കെടുത്ത് വെച്ചേക്കും.
റൈസ് ബാഗിനകത്ത് ടൈം ടേബിൾസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും മോളും വന്നിട്ടുണ്ട്. ആദ്യം ശിവാനിയാണ് കയറി വരുന്നത്. അപ്പം ചോദിച്ചു ചെയ്ത് ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും കൊടുത്തു, കാരണം നല്ല ചുമയും കഫവും ഉണ്ടായിരുന്നു. സാധാരണ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന, പക്ഷേ ഇന്ന് ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞു. ചുമയുടെ മരുന്നും പിന്നെ രാത്രി കഴിക്കാനുള്ള ടാബ്ലറ്റുമാണ് കൊടുത്തത്. പിന്നെ അപ്പോഴേക്കും അവൾക്ക് ഞാൻ മറ്റേ രാവിലത്തെ കാപ്പിയെല്ലാം കൊടുത്ത് ഒരുക്കി സെറ്റാക്കി. യൂണിഫോം ഇട്ടുകൊണ്ട് ആളെ വിട്ടത്, അതുകൊണ്ട് പിന്നെ വന്ന് കഴിച്ച് അവളെ ഒരുക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും കൺമണി മോളും ഒരുങ്ങി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അച്ഛൻ പറഞ്ഞ് രണ്ടുപേരും ഒരുപോലെ കൊണ്ട് വിടാം വരാൻ പറഞ്ഞ്. അങ്ങനെ രണ്ടുപേരും സ്കൂളിൽ പോകാൻ, ഒരാൾ അംഗനവാടി പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അങ്ങനെ എല്ലാവരും സ്കൂളിൽ പോയി. അതിനുശേഷം ഞാൻ അടുക്കളയെല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിക്കായിട്ട് നമ്മൾ ഇന്നലെ വൈകിട്ട് പോയി ചെങ്കലവ കറി ഇരിപ്പുണ്ട്. ചെങ്കലവ പുളിയും മുളകും ഇട്ട് കറി ഇരിപ്പുണ്ട്. പിന്നെ അവിയൽ വെച്ചു. പിന്നെ പയറ് മെഴുക്കുവരട്ടി ഫ്രിഡ്ജിൽ ഇപ്പിട്ടാവുന്ന ജസ്റ്റ് ചൂടാക്കണം. ഉച്ചയ്ക്ക് നമ്മൾ അമ്പലത്തിൽ പോയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ സപ്താഹം തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അവിടെ പോയാണ് കഴിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.